വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി ശ്ലീഹ 11-ാം അധ്യായം യേശുവിന്റെ ദൈവിക അധികാരവും മനുഷ്യരുടെ പ്രതികരണവും വെളിപ്പെടുത്തുന്ന ശക്തമായ ഭാഗമാണ്. പ്രധാനമായും യോഹന്നാൻ സ്നാപകന്റെ സംശയം, യേശുവിന്റെ മറുപടി, പട്ടണങ്ങളോട്ടുള്ള ശാസനം, വിശ്രമത്തിനുള്ള ക്ഷണം എന്നിവയാണ് ഇതിലെ മുഖ്യ വിഷയങ്ങൾ. യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതിന് ശേഷം പ്രസംഗിക്കാൻ പുറപ്പെടുന്നു. വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാൻ അറിയിക്കുക. അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. യേശു ജനങ്ങളോട് യോഹന്നാനെക്കുറിച്ച് സംസാരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. വിശുദ്ധ മത്തായി 11-ാം അധ്യായം 11-ാം തിരുവചനം. യേശു തന്റെ കാലത്തെ തലമുറയെ വിമർശിക്കുന്നു. അവർ യോഹന്നാനെയും യേശുവിനെയും സ്വീകരിച്ചില്ല. കൊരാസിൻ, ബെത്സയിദ, കഫർനൂം എന്നീ പട്ടണങ്ങളെ യേശു ശാസിക്കുന്നു. കാരണം അവിടെ നടന്ന അത്ഭുതങ്ങൾ കണ്ടിട്ടും അവർ മാനസാന്തരപ്പെടാതെ നിന്നു. യേശു തന്റെ സ്വർഗീയ പിതാവിനെ സ്തുതിക്കുന്നു. കാരണം ദൈവത്തിന്റെ സത്യങ്ങൾ ജ്ഞാനികൾക്കല്ല, ബാല്യഹൃദയമുള്ളവർക്കാണ് വെളിപ്പെടുത്തിയത്. അവസാനം യേശു ക്ഷണിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.